ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നത് നിനക്ക് എന്താ പറ്റിയേ? എന്താണെന്ന് അറിയില്ല, ഞാൻ ഒട്ടും ഓക്കെ അല്ല. ടെൻഷനാണോ ദേഷ്യമാണോ ആകെ മൂഡ് മൊത്തം പ്രശ്നം. നിനക്കൊരു നല്ല സൈക്കോളജിസ്റ്റിനെ കാണാൻ പാടില്ലായിരുന്നു? എന്നിട്ട് വേണം ഇനി ഭ്രാന്താന്നും കൂടെ പറയാം. ഒരു മനുഷ്യന്റെ ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മനസ്സിന്റെ ആരോഗ്യം. ജോലിയിലുള്ള സ്ട്രെസ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ കൊണ്ടോ ഒക്കെ നമ്മുടെ മനസ്സ് പലപ്പോഴും അസ്വസ്ഥമാകും. ഈ അസ്വസ്ഥതകൾ എന്തുകൊണ്ടുണ്ടായെന്നും അതെങ്ങനെ പരിഹരിക്കാമെന്നും ഒക്കെ ഒരു വ്യക്തിയുടെ അടുത്ത് പോയിരുന്ന് ചില തെറാപ്പികളിലൂടെ മെത്തേഡുകളിലൂടെയൊക്കെ മനസ്സിലാകാനും കണ്ടുപിടിക്കാനും പരിഹരിക്കാനും പറ്റുന്ന അവസ്ഥയ്ക്കാണ് ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണുന്നത് കൊണ്ട് അയാൾക്ക് ഭ്രാന്താണെന്നൊന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല. ഈ പ്ലസ് ടു ഏത് സ്ട്രീം എടുത്തവർക്കും സൈക്കോളജി പഠിക്കാൻ പറ്റുമോ? പ്ലസ് ടു ഏത് സ്ട്രീം പഠിച്ചവർക്കും സൈക്കോളജി പഠിക്കാം. അതിന്റെ ബേസിക് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ BA അല്ലെങ്കിൽ BSc സൈക്കോളജി ചെയ്യാന്നുള്ളതാണ്. അതിനുശേഷം MA അല്ലെങ്കിൽ MSc സൈക്കോളജി ചെയ്യാം. ഇനി MA സൈക്കോളജി അല്ലെങ്കിൽ MSc സൈക്കോളജി ചെയ്യുമ്പോൾ ഏത് സ്ട്രീമാണോ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ആ സ്ട്രീമിൽ നമുക്ക് അതിന്റെ സ്പെഷ്യലൈസേഷൻ ചെയ്യാം. ഇന്നത്തെ ഒരു സാമൂഹിക ചുറ്റുപാടിൽ വെച്ചിട്ട് നല്ല സ്കോപ്പ് ഉള്ള ഒരു ഏരിയ കൂടിയാണ് സൈക്കോളജി.